ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചെങ്കല്ല് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഈ പില്ലറിലാണ് ചെങ്കല്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാല ചേർപ്പങ്കൽ പള്ളിയുടെ സമീപമാണ്. ഫൈൻ പ്ലാസ്റ്റർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഈ വർക്ക്. ഗാൽടെക്സിൻ്റെ ഫൈൻ പ്ലാസ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ തരിയുള്ള പുട്ടി. ബ്രിക്ക് മോഡലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാസ്കിൻ ടേപ്പൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ച് ഇനി ഇത് പുട്ടിയിട്ട് നമുക്ക് ഈ വർക്കിലേക്ക് നീങ്ങാം. പുട്ടി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റർ പുട്ടിയാണ് കേട്ടോ, ഫൈൻ പ്ലാസ്റ്റർ. ഗാൽടെക്സ് കമ്പനിയുടെ ഫൈൻ പ്ലാസ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ തരിയുള്ള പുട്ടി. നമുക്കിത് എളുപ്പം ഉണങ്ങുകയും ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് വർക്ക് തീർത്ത് നമുക്ക് പോവുകയും ചെയ്യാവുന്ന ടൈപ്പ് ഒരു പുട്ടിയാണിത്. സാധാരണ നമ്മൾ പുട്ടി ഇടുന്ന രീതിയിൽ ടെക്സ്റ്റർ പുട്ടി ഇട്ട് മാറിയതിന് ശേഷം ആണ് ഈ പാറ്റേണിലേക്ക് മാറുന്നത്. ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ലൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 വിരൽ ഉപയോഗിച്ചാണ് ഈ ഡിസൈൻ മേക്ക് ചെയ്യുന്നത്. ഏതൊരാൾക്കും ഈസി ആയിട്ട് ഈ ചെങ്കല്ല് ടെക്സ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പം വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയതായിട്ട് ഈ ടെക്സ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ നോക്കിയാൽ ഇപ്പം ഞാൻ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ഇട്ട് മാറേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് 4 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ എളുപ്പം ഡിസൈൻ ഇട്ട് മാറാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ അവിടെ ശകലം കുറവ് സംഭവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ 2ാമത് പുട്ടി വലിച്ചിടേണ്ടി വരുന്നത്. ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്ത് പോകേണ്ടത്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഡിസൈൻ നമ്മൾ മേക്ക് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഒരു പുട്ടി ബ്ലേഡ് 4 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെ പുട്ടി ഉപയോഗിച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കേണ്ടതാണ്. അതിൽ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. ഈ കാണിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബ്ലേഡ് പിടിക്കേണ്ട രീതി തന്നെ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും മുകളിലോട്ടും വലിക്കണം. അല്ലെങ്കിൽ ഒരൊറ്റ സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡിസൈൻ എന്തോ ഒരു സൈഡിലേക്കായി പോകും. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇപ്പോൾ ഈ കാണിക്കുന്ന രൂപത്തിൽ 4 വിരൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കിയതിന് ശേഷം അതിനുശേഷം ഈ 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷമാണ് പേപ്പർ പിടിച്ച് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനലിലേക്ക് മാറുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഈ പാറ്റേൺ ഇട്ടതിന് ശേഷം ഉടൻ തന്നെ 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് ഒതുക്കി കൊടുക്കണം. ഒതുക്കി കൊടുത്തില്ല പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് മാറും. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമ്മളൊന്ന് ഒതുക്കി കൊടുക്കണം. അത് പരത്തി കൊടുക്കണം. ഈ കാണിക്കുന്ന രൂപത്തിൽ തന്നെ മൊത്തം നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഈ ഡിസൈൻ എല്ലായിടെ ഒതുങ്ങി നല്ല ഭംഗിയായി നമുക്ക് കാണാൻ പറ്റും. ഡിസൈൻ ഇട്ട് ഉടൻ തന്നെ നമ്മൾ ഒട്ടിച്ച ആ മാസ്കിൻ ടേപ്പ് ഉടൻ തന്നെ പറിച്ച് മാറ്റേണ്ടതാണ്. അതല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പോരത്തില്ല. ഗാൽടെക്സിൻ്റെ കുട്ടിയാകുമ്പോൾ എളുപ്പം ഡ്രൈ ആവും. എളുപ്പം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാർഗ്ഗവുമില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പാറ്റേൺ ഇട്ട് ട്രാവൽ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ മാസ്കിൻ ടേപ്പ് പറിച്ച് മാറ്റേണ്ടതാണ്. മാസ്കിൻ ടേപ്പ് നമ്മൾ ഉടനെ ഇത് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞു പോരത്തില്ല. പറഞ്ഞു പോരായിരുന്നുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം നമ്മൾ അടിച്ച ഡിസൈൻ മുഴുവനും മാറുകയും ചെയ്യും. അതിൻ്റെ ആ ലൈനൊന്നും ഒരിക്കലും കറക്റ്റാകുകയില്ല. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ വർക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ടെസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ. പുതിയതായിട്ട് ന്യൂക്കമറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ വലിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വലിയ വർക്കേഴ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്
എന്താ ഇങ്ങനെ പറയുന്നതെന്നും ചോദിച്ച് നമുക്ക് കമൻ്റ് ഇട്ടേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ഞാൻ വലിയ വർക്കേഴ്സിനോ അല്ലെങ്കിൽ വലിയ യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമ്മളിത് മാസ്കിൻ ടേപ്പെല്ലാം അഴിച്ച് ഫൈനലിലേക്ക് മാറുകയാണ്. ഇനി നമുക്ക് കളർ മേക്കിങ്ങിലേക്ക് പോകാം. രാത്രിയിൽ എൻ്റെ ഈ വർക്ക് നടക്കുന്നത്, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. സദയം ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ലൈറ്റ് ലെമൺ കളറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കളർ വാഷിങ്ങിലേക്ക് മാറേണ്ടത്. ഇപ്പോൾ 2 കോട്ട് അപ്ലൈ ചെയ്ത് ഇപ്പോൾ കളർ വാഷിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. ഇത്തരത്തിൽ നമ്മൾ റോളർ ഉപയോഗിച്ച് ആദ്യം ഒന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ച് ഈ മഞ്ഞായിട്ട് വരുന്ന ഭാഗം മുഴുവനായിട്ടും അടിച്ചു മറിക്കുകയല്ല ചെയ്യേണ്ടത്. മഞ്ഞ കുറച്ച് കണ്ടാൽ മതി. മഞ്ഞ ഒത്തിരി കണ്ടാൽ നമ്മൾ ഈ വർക്കൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. മഞ്ഞ കുറച്ച് കൊണ്ടുകൊണ്ട് ചെങ്കല്ലിൻ്റെ ആ ഒരു പാറ്റേൺ കറക്റ്റാക്കി പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ റോളർ ഉപയോഗിച്ച് നമുക്ക് 4 ഇഞ്ചിൻ്റെ റോളർ ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ അടിച്ചു മാറ്റിയതിന് ശേഷം ബ്രഷ് കൊണ്ട് ഇതുപോലെ നമ്മൾ ആ മഞ്ഞപ്പ് കുറച്ച് മഞ്ഞപ്പ് കാണുകയും ചെയ്യണം, എന്നാൽ അധികം കാണാനും പാടില്ല. അത്തരത്തിൽ വേണം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊരു വൈറ്റ് ഷെയ്ഡൂടെ ഇങ്ങനെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അതിന് ഇടയ്ക്കൊരു ബ്ലാക്ക് കൂടെ കുത്തി കൊടുക്കുക. അവിടെ ഇവിടെയായിട്ട് ചെറിയ ബ്ലാക്ക് കൂടെ ഒരു ചെറിയൊരു വേരിയേഷന് വേണ്ടി ചെയ്താണ്. ചെങ്കല്ല് കാണുന്നവർക്ക് നമുക്കറിയാം, ഇടയ്ക്കൊരു ചെറിയ ബ്ലാക്കും ഇടയ്ക്കൊരു വൈറ്റും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒന്നുകൂടെ നമുക്ക് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കിനൊപ്പം ആ ഒരു ചേഞ്ച് കൂടെ വരുത്തുന്നത്. ആ ചേഞ്ച് വരുത്തിയപ്പം നമ്മൾ ഫൈനൽ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വർക്ക് കണ്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് പറയുന്നതിനോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കണിലൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് 2.5 ഇഞ്ചിൻ്റെ ബ്രഷാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 ഇഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് മൊത്തം ഒതുക്കി കൊടുക്കണം. അവിടെ ഇവിടെയായിട്ട് നമുക്ക് കളർ കൂടുതലായി കഴിഞ്ഞാൽ മഞ്ഞപ്പ് കൂടുതലായി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത്. റോളർ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് മറയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും മറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ മഞ്ഞ കാണുകയും ചെയ്യണം. മഞ്ഞപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് റെഡ് അടിച്ച പോലെ ഇരിക്കും. അങ്ങനെ വരാനും പാടില്ല. ഡാർക്ക് മെക്കോഡ എന്നൊരു കളറാണ് നമ്മൾ ഇവിടെ ഈ ചെങ്കല്ലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്പർ എന്ന് പറഞ്ഞാൽ ON35 എന്ന ഈ നമ്പറാണ് നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയാണ് നമ്മൾ ഈ ഡാർക്ക് മെക്കോഡ അപ്ലൈ ചെയ്യുന്നത്. കഴിവതും അപ്പെക്സിൽ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വെളിയിലൊക്കെ ചെയ്യുന്ന കാരണം നമ്മൾ അപ്പെക്സ് ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മൾ കുറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. അതിനെല്ലാം ഫെയ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലിയർ അടിച്ചു കൊടുക്കണം. ഇത്തരം പരിപാടിയുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ ക്ലിയർ അടിക്കുന്നവരെ നമ്മൾ കുളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക.
ഏതാണ്ട് നമ്മുടെ ഈ വർക്ക് ഫൈനലിലേക്ക് നീങ്ങുകയാണ്. ഗ്രേ കളറാണ് നമ്മൾ ഇതിൻ്റെ പൊഴി അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൊഴിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ഇവിടെ ഫിനിഷ് ആകുകയാണ്. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമാണ് ക്ലിയർ അടിക്കേണ്ടത്. ഏതാണ്ട് ഒരു 1/4 മണിക്കൂറിന് ശേഷം നമുക്ക് സ്റ്റോൺ ക്ലിയർ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷമേ സ്റ്റോൺ ക്ലിയർ അടിക്കാവുള്ളൂ. ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയറാണ് നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ വർക്ക് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റോൺ ക്ലിയർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോൺ ക്ലിയർ ഞാൻ പറഞ്ഞു, ഇൻഡിഗോ കമ്പനിയുടെ സ്റ്റോൺ ക്ലിയറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റർ പുട്ടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ സ്റ്റോൺ ക്ലിയറാണ് ഇൻഡിഗോ കമ്പനിയുടെ. കാരണം പൊളിഞ്ഞു പോകുന്നത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇൻഡിഗോയുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ അനുഭവം കേട്ടോ. മറിച്ച് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമ്മൾ ഈ സ്റ്റോൺ ക്ലിയർ അപ്ലൈ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ സ്റ്റോൺ ക്ലിയർ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഫൈനൽ വർക്കിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടത് നമ്മളൊരു ചെങ്കല്ല് അല്ല, വെട്ടുകല്ല് നമ്മൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ പണിത് വെച്ചിരിക്കുന്ന കല്ല് പോലെ തന്നെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. ഇവിടെ എൻ്റെ ഈ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.